ഈ മാതിരി പെർവർട്ട്, ഈ മാതിരി കേരളത്തിന്റെ ഭൂപടത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ജന്മം, അതിനെ ന്യായീകരിക്കാൻ നേരത്ത ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതാവും എന്നുള്ള ബഷീറിന്റെ പ്രയോഗമാണ് ഓർമ്മ വരിക. CPM-ന്റെ മെമ്പറായിട്ട് ഇടതു വക്താവായിട്ട് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടതു പ്രതിനിധിയോടും ബഷീറിനെ ഒന്നും ഞാൻ കോട്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ തന്നെ ഒരു നേതാവിന്റെ വാക്ക് ഞാൻ കോട്ട് ചെയ്യാം. ആരാണെന്നറിയാമോ? യശശരീരനായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹം പണ്ട് ചോദിച്ചു, ഉളുപ്പുണ്ടോ? ഉളുപ്പ് 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 ഉളുപ്പുണ്ടോ ജയിക്കേ? ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ അഴിക്കുള്ളിലായി. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ പുലർച്ചെ പാലക്കാട്ട് നിന്ന് അറസ്റ്റ് ചെയ്ത രാഹുലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശ്രീ ജേക്സി തോമസ്. ബഹുമാന്യനായ സഹപാനലിസ്റ്റ്, ഞാൻ പൂർണ്ണമായി അദ്ദേഹത്തിന്റെ വാദങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരം ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. അത്ഭുതകരമല്ലേ ബഹുമാന്യനായ ആങ്കർ? ഒന്ന് ആലോചിച്ച് നോക്കാം. എനിക്കും അങ്ങയ്ക്കും പ്രസാദകയ്ക്കും മറ്റ് സ്കോപ്പ് അനലിസ്റ്റുകൾക്കും ഒക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, സാജാത്യ വൈജാത്യങ്ങളൊക്കെ ഉണ്ടാകാം. ഈ ഒരു രാത്രി ഇതേപോലെ അൺപ്രസിഡന്റഡ് ആൻഡ് അൺയൂഷ്വൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു കേസിൽ കേരളത്തിന്റെ സാംസ്കാരിക, സാമൂഹിക, സാമുദായിക, രാഷ്ട്രീയ മണ്ഡലത്തിൽ 7 അയലത്ത് 70,000 അടിയിൽ ഇങ്ങനൊരു എണ്ണത്തിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എന്നിട്ടും ഈ രാത്രിയിൽ വന്നിരുന്നിട്ട് പറയുകയാണ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് വെളുപ്പിക്കാൻ തുടങ്ങുകയാണ്. മറ്റു ചില ആളുകളുടെ പേര് പറയുകയാണ്. ഞാൻ ഒറ്റ കാര്യമേ അതിനോട് മറുപടി പറയുന്നുള്ളൂ. എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയുടെ ഒരു തൊട്ടാൽ അറപ്പുളവാക്കുന്ന ഒരു വാദത്തെയും കൈകൊണ്ട് തൊടാൻ ഞാൻ അർഹിക്കുന്നില്ല. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഒറ്റ കാര്യമേ ഉള്ളൂ. ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺഗ്രസ് എന്ന് അങ്ങ് വിശാലമായി പറഞ്ഞു തുടങ്ങിയപ്പോൾ പഴയ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധി ആർജിച്ച പർവ്വത സമാനമാം വിധം ഇപ്പോഴും പ്രസക്തമായ ഒരു പ്രയോഗമുണ്ട്. എങ്ങനുണ്ട് എന്റെ സാഹിത്യം എന്ന് സഹോദരനായ അബ്ദുൽ ഖാദറിനോട് ചോദിക്കുമ്പോൾ ഈ സാഹിത്യത്തിൽ ആക്കിയും ആക്കിയാതാവും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വൈമൂബ ബഷീർ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ബഷീർ പറയുന്ന തിരികെയുള്ള മറുപടിയുണ്ട്, എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതാവും എന്ന് പറയുന്നത് പോലെയാണ്. ഈ ഒരു മണിക്കൂറിൽ എന്താ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ചാറ്റിൽ പറയുന്നത്? അടിവസ്ത്രം മുതൽ ചൂരൽമലയിലെ വയനാട്ടിലെ പാവങ്ങളുടെ പേര് ചൂണ്ടിക്കാണിച്ചിട്ട് 10,000-ഉം 5,000-ഉം ഈ സർവൈവറിൽ നിന്ന് പണം പിരിച്ചിട്ട് അവരെ കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച് പണം കൊടുത്ത കേരളത്തിലെ പാവങ്ങളെ പറ്റിച്ച് ലക്കി ഡ്രോയിൽ അവർക്ക് സമ്മാനം കൊടുത്ത ഈ മാതിരി പെർവർട്ട്, ഈ മാതിരി കേരളത്തിന്റെ ഭൂപടത്തിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു ജന്മം, അതിനെ ന്യായീകരിക്കാൻ നേരത്ത ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോടാ നിന്റെ ആക്കിയും ആക്കിയാതാവും എന്നുള്ള ബഷീറിന്റെ പ്രയോഗമാണ് ഓർമ്മ വരിക. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ആ ഇതിഹാസ സമാനമായ പ്രസക്തിയാണ് നമ്മളുടെ മുമ്പിൽ വീണ്ടും പണം പടർത്തി നിൽക്കുക. നമ്മൾ കാണുന്നത് എന്താണ്? സമീകരണങ്ങളുണ്ടോ? ഇത് ഇപ്പോൾ സംഭവിച്ചതാണോ? ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു. എന്ത് തേങ്ങാക്കൊല എന്നാണ് പറയുന്നത്? ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. എവിടുത്തെ ബെഞ്ച് മാർക്ക്? 2022 വന്ന പരാതിയോ? നമ്മുടെ നാട്ടിൽ അല്പജ്ഞാനമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരും അറിയാമല്ലോ. AICC ആഫീസിന്റെ വാതക്കൽ വന്ന് ഒരു പാർലമെന്റ് മെമ്പറും മകളും പൊട്ടിക്കറിഞ്ഞ് നിലവിളിച്ചു ഇല്ലേ? അതെപ്പോ അതൊക്കെ ഉണ്ട് ആണോ? എന്നാ കണ്ടിന്യൂ. എത്രയെത്ര ആളുകളുടെ പ്രതികരണങ്ങൾ, എത്രയെത്ര ആളുകളുടെ അനുഭവങ്ങൾ, എന്നിട്ടാണ് പറയുന്നത് ബെഞ്ച് മാർക്ക് എടുത്തുകൊണ്ട് പോടാനിന്റെ ആക്കിയും ആക്കിയാതോ എന്ന് ബഷീറിനെ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരും. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. എന്നിട്ട് ഈ കേസിലേക്ക് വരുമ്പോഴോ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്താണ് ആങ്കർ മനസ്സിലാക്കേണ്ടത്? ഇയാൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചല്ലോ. എങ്ങനെയാ ഇദ്ദേഹം വിജയിച്ചത്? ഇദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞിട്ടാണോ? ഇദ്ദേഹത്തിന്റെ പൂർവികരുടെ തറവാട്ട് മഹിമ കണ്ട് പാലക്കാട്ടുകാർ വോട്ട് ചെയ്തതാണോ? വോട്ട് ചെയ്തത് കൈപ്പത്തിക്കാണ്, വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്. ആ പാനലിലാണ് ഇപ്പോഴും നിയമസഭാ അംഗമായി പാർലമെന്ററി പാർട്ടിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇയാൾ ഇപ്പോഴും തുടരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങൾ മുതൽ ഇവിടെ സൂചിപ്പിച്ച ചലച്ചിത്ര താരങ്ങളെ വരെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ള എക്സിബിഷനിസത്തിന് സോഷ്യൽ മീഡിയയിലെ അടിമ സംഘത്തിന്റെ കാലാൽപ്പടക്ക് ഇപ്പോഴും എല്ലും തീറ്റ ഭക്ഷണവും കൊടുത്തിട്ട് ഇദ്ദേഹം പരിപാലിപ്പിക്കുന്നത്. എന്താണ് നിന്റെ പ്രശ്നം? ആരുടെ ചെലവിലാണ്? ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ തറവാട്ടിന്റെയോ പൂർവികരുടെയോ മുത്തശ്ശിമാരുടെയോ എല്ലാം കോൺഗ്രസിന്റെ ചെലവിലാണ്. നമ്മൾ മനസ്സിലാക്കണം. അന്തസ്സുണ്ടെങ്കിൽ അവിടെ നിന്ന് തൂക്കിയെറിഞ്ഞ് കളഞ്ഞിട്ട് വേണം ബെഞ്ച് മാർക്ക് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇമാതിരി ആക്കിയും ആക്കിയാതും എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ.
മനോഹരം, ഗംഭീരം. എന്തൊരു അധമമായ കാര്യമാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ മഹാവലിയ ദുരന്തത്തെ, പാവങ്ങളെ മുൻനിർത്തി ഈ സാധാരണക്കാർ, റേപ്പിസ്റ്റായ, സീരിയൽ ഒഫൻഡറായ ഈ സംഘത്തലവൻ വീണ്ടും ചൂരന്മലയിലെ പാവങ്ങളെ മുൻനിർത്തി പണം പിരിച്ച് അതിൽ നിന്ന് ലക്കി ഡ്രോ നടത്തി സമ്മാനം കൊടുത്തു. ഇവനൊക്കെ എവിടെ പോയി നിന്നിരിക്കുന്നു? നമ്മൾ ചോദിക്കേണ്ടതില്ലേ? ഞങ്ങളാരും ഇതുവരെ കരുണാകരനെ എടോ കർണാടക എന്ന് വിളിച്ചിട്ടില്ല. ഞങ്ങളാരും ബഹുമാനിയനായ ആന്റണിയെ എടോ ആന്റണി എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ 2025 ലൈക്കും ഷെയറും റീൽസും സ്റ്റാറ്റസും ഉൾക്കൊള്ളുന്ന ഈ മാഫിയ അടിമ സംഘത്തെ വെച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തെ വിലക്കെടുക്കാമെന്ന് തെളിയിച്ച ഈ സംഘം വിളിച്ചിട്ടുണ്ട്. എടോ വിജയ, എടോ ഗോവിന്ദ, കുഞ്ഞനന്ദൻ ചത്തു ഇല്ലേ? എന്നിട്ട് ബഹുമാനിയനായ ലീഡർ എന്ന് കോൺഗ്രസ്സുകാർ വിളിക്കുന്ന കെ പത്മജയുടെയും മുരളീധരന്റെയും പൊളിറ്റിക്കൽ ബയോളജിക്കൽ ഫാദർഹുഡ്, അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രലായി ഞാൻ പറയാം പേരന്റ്ഹുഡ്, ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ശ്രീ വസന്ത്, എടുത്തോണ്ട് പോടാ നിന്റെ ആക്കിയോ മാക്കിയാനോ എന്ന് ബഷീറിനെ കോട്ട് ചെയ്ത ഇടതു പ്രതിനിധിയോട് ഒരു ഉത്തരം പറയാം. ഈ രാത്രി കോൺഗ്രസ് പാർട്ടി അയാളെ പുറത്താക്കിയിട്ട് ഇവിടെ ചർച്ചയ്ക്ക് വന്നിരുന്ന ആത്മാഭിമാനത്തോടു കൂടി ഞങ്ങളുടെ മെമ്പറല്ല കേട്ടോ എന്ന് പറയാൻ ധൈര്യത്തോടു കൂടി നിൽക്കുമ്പോൾ PT കുഞ്ഞു മുഹമ്മദ് അടക്കമുള്ളവർക്കെതിരെ 13 ദിവസത്തെ പരാതി കിട്ടിയിട്ട് അത് മുഖ്യമന്ത്രിയുടെ തലയണയുടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ച് ഏറ്റവും ഒടുക്കം അത് നാട്ടുകാരറിയുമെന്ന് അറിഞ്ഞപ്പോൾ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുമായിട്ടുള്ള പാർട്ടിയാണ് ജയിക്കിന്റെ പാർട്ടി. അത് മറക്കണ്ട. ഇനി സ്വന്തം ഭാര്യ തന്നെ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അടിവയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്രിക്ക് മുമ്പ് ഇന്ത്യ വിഷനിലായിരുന്നപ്പോൾ ഇന്റർവ്യൂ കൊടുത്ത് ആ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തതിനു ശേഷം ഒരാളെ ആനയിച്ചു കൊണ്ടുവന്ന് കൊല്ലത്ത് മത്സരിപ്പിച്ച് MLA ആക്കി. ആ MLA ആയിരിക്കുമ്പോൾ അയാൾക്കെതിരെ പിന്നീട് പരാതികൾ വന്നപ്പോൾ അതേ അയാളെ തന്നെ വീണ്ടും ആനയിച്ച് ആലങ്കാരികമായി നിങ്ങൾ കൊണ്ടുപോയി പൂവിട്ട് പൂജിപ്പിച്ച് കൊല്ലം പാർലമെന്റിൽ മത്സരിപ്പിച്ച വന്നു തീരെ കൾച്ചർ ഇല്ലാതായി ബ്ലഡി കൺട്രി പീപ്പിൾ. CPM-ന്റെ മെമ്പറായിട്ട് ഇടതു വക്താവായിട്ട് ഈ ചർച്ചയിൽ വന്നിരിക്കുന്ന ഇടതു പ്രതിനിധിയോടും ബഷീറിനെ ഒന്നും ഞാൻ കോട്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ തന്നെ ഒരു നേതാവിന്റെ വാക്ക് ഞാൻ കോട്ട് ചെയ്യാം. ആരാണെന്നറിയാമോ? യശശരീരനായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹം പണ്ട് ചോദിച്ചു, ഉളുപ്പുണ്ടോ? ഉളുപ്പ് 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 ഉളുപ്പുണ്ടോ ജയിക്കേ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഞങ്ങളൊരു പാർട്ടി എന്ന നിലയിൽ, ഒരു സംഘടന എന്ന നിലയിൽ ഒരു പരാതി ഉയർന്നു വന്ന സമയത്ത് അയാളെ പുറത്താക്കിയിട്ട് ആർജവത്തോടുകൂടി ഇയാൾ ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് അയാളെ ഞങ്ങളുടെ ഇന്ദിരാഭവനിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ചിട്ട് ചർച്ചയ്ക്ക് വന്ന് ആത്മാഭിമാനത്തോടു കൂടി ഇരിക്കുമ്പോൾ M മുകേഷിനെ AKG സെന്ററിൽ പൂവിട്ട് പൂജിച്ച് കുഞ്ഞു മുഹമ്മദിനെ കുഞ്ഞു ബഷീറിനെയും ഒക്കെ 13 ദിവസം അയാളുടെ പരാതി പൂഴ്ത്തി വെച്ചിട്ട് വീണ്ടും വന്നിരുന്ന് ഇങ്ങനെ ഞങ്ങളെല്ലാം സ്ത്രീ സംരക്ഷകരാണ് എന്ന് പറയാൻ ഉളുപ്പുണ്ടോ 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 എന്ന് സഖാവ് VS-ന്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നീട് ആ ഇടതു പ്രതിനിധി മറ്റൊരു കാര്യം പറഞ്ഞു. AICC ഓഫീസിൽ പരാതി ചെന്നില്ലേ? AICC ഓഫീസിൽ ഒരു AICC മെമ്പറിന്റെ മുൻ MP-യുടെ പരാതി ചെന്നില്ലേ? എനിക്കറിയില്ല അങ്ങനെ ഒരു പരാതിയെ പറ്റി. ഇനി അദ്ദേഹത്തിന് AICC ഓഫീസിന്റെ മുമ്പിൽ പണ്ട് റൈസീന കുന്നിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ചായക്കടയായിരുന്നു, അവിടെ ആരെങ്കിലും പരാതിയായിട്ട് വരുന്നത് ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നാണക്കെടുത്തി. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയുടെ മുമ്പിൽ റിട്ടനായ ഒരു പരാതി വന്ന സമയത്ത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട 3 പരാതികൾ വന്ന സമയത്ത് അയാളെ ഞങ്ങൾ പുറത്താക്കി. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. ഞങ്ങൾ കിട്ടിയ പരാതി തലയണയുടെ അടിയിൽ കൊണ്ടുപോയി 13 ദിവസം പൂഴ്ത്തിവെക്കില്ല. ഏറ്റവും ഒടുക്കം അത് നാട്ടുകാരറിഞ്ഞു എന്ന് കണ്ടപ്പോൾ പോലീസിന് കൊടുക്കാൻ നിർബന്ധിതരാവില്ല. ആരാന്നറിയാമോ? ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ശ്രീ അഭിലാഷ്. എന്റെയും അഭിലാഷിന്റെയും ഷഹറാസിന്റെയും ജയിക്കിന്റെയും ഒക്കെ സംരക്ഷണം ഏറ്റെടുത്തോളാമെന്ന് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് സത്യം ചെയ്ത ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് അവർ പൂഴ്ത്തിയത്. അല്ലാതെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാവല്ല, പാർട്ടിയുടെ നിലപാടിനെ പറ്റിയല്ല. അദ്ദേഹം വലിയ വാക്കി പറഞ്ഞു, ജനത്തിന്റെ ഇഷ്ടം, ജനത്തിന്റെ എന്നൊക്കെ. ആ ജനം വിധി എഴുതി ജയിക്കെ ഏത് കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടാണ് ശരിയെന്നും നിങ്ങൾ കൊല്ലം തൊട്ട് കാസർഗോഡ് തൊട്ട് കണ്ണൂർ തൊട്ട് കന്യാകുമാരി വരെ നിങ്ങൾ സംരക്ഷിച്ചു പിടിച്ച ഒരു ഡസൻ സെക്ഷൽ പെർവേർട്സിന്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ അങ്ങനെയല്ല ഒരുത്തിനെതിരെ പരാതി ഉയർന്നു വന്നപ്പോ മാറി നിൽക്ക് അങ്ങോട്ട് കടക്ക് പുറത്ത് എന്ന് അവനോട് പറഞ്ഞ കോൺഗ്രസിന്റെ നിലപാടാണ് ശരിയെന്ന് ജനം വിധി എഴുതി. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ കാത്തിരിക്കൂ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.